വെൽക്കം ബാക്ക് ടു മനോരമ ഹൊറൈസൺ. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എനറോബിക് റെസ്പിറേഷൻ എന്താന്ന് പറഞ്ഞു അല്ലെ, എവിടെയൊക്കെ അതിന്റെ ആപ്ലിക്കേഷൻസ് പറഞ്ഞു, പിന്നെ കുറച്ച് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പം ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൺക്ലൂഡിങ് സെഷനാണ്. നമ്മുടെ ബ്രീതിങ് ഫോർ എനർജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ലാസ്റ്റ് സെഷനാണിത്. ഈ ഒരു സെഷൻ ചെറിയൊരു സെഷനാണ് കേട്ടോ. ഇതില് നമ്മളൊരു ചെറിയൊരു ടേം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ റെസ്പിറേഷൻ, നമ്മൾ ഹ്യൂമൻ ബീങ്സിന്റെ കേസാണ് നമ്മൾ ഇത്രയും നേരം ഡീൽ ചെയ്തുകൊണ്ടിരുന്നു. നമ്മൾ ഹ്യൂമൻ ബീങ്സിന്റെ റെസ്പിറേഷൻ എങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ ഡീൽ ചെയ്തു. ഇനി നമുക്ക് വേറെ ഓർഗാനിസത്തിൽ, ഹ്യൂമൻ ബീങ്സ് അല്ലാതെ, ഹ്യൂമൻ ബീങ്സ് അവിടെ നിൽക്കട്ടെ, ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി അല്ലെ. ഇനി നമ്മൾ വേറെ കുറച്ച് ഓർഗാനിസത്തിലൊക്കെ കൺസിഡർ ചെയ്തിട്ട് അവിടെ എങ്ങനെയാണ് റെസ്പിറേഷൻ നടക്കുന്നത്, അതിന്റെ അവിടെ റെസ്പിറേഷൻ നടക്കുന്നതിന് കാരണമായിട്ടുള്ള അവരുടെ ഓർഗൻസ് ഏതാണ്, അതോ സ്കിന്നാണോ, ഇതെല്ലാം നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നു. പിന്നെ പ്ലാന്റ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യണേ അല്ലെ. നമ്മൾക്ക് ശ്വാസം വലിക്കാനായിട്ട് നമ്മുടെ ഓക്സിജൻ തരുന്ന ആരാ? പ്ലാന്റ്സ് അല്ലേ. പ്ലാന്റ്സിനെ അങ്ങനെ കൊണ്ടേ കളയാൻ പറ്റുമോ? അവരും എങ്ങനെയാണ് റെസ്പയർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾക്ക് അറിയണ്ടേ. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചെറിയൊരു സെഷനിൽ നമ്മൾ പറയുന്നതാണ് കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ ഇവിടെ ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് എന്തായിരിക്കും ഈ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്? എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലെ. വീട്ടിൽ അറിയാൻ മേലെങ്കിൽ ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാര്യം അവിടെ ഇവിടെ ഒക്കെ കൊണ്ടിട്ടിട്ട് നമ്മൾ കുറെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാറുണ്ട് അല്ലെ. നമ്മുടെ അമ്മമാര് പറയോ, എടാ ഒന്ന് അടുക്കി വെക്ക്, എടി ഒന്ന് അടുക്കി വെക്ക്, ഇത് എന്തേ കാണിച്ചു വെച്ചിരിക്കുന്നൊക്കെ പറയും. നമുക്ക് ഈ പ്രായത്തിൽ നമുക്ക് എല്ലാവർക്കും എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം അല്ലെ. നമുക്കിപ്പോ ഒരു ചെറിയ എക്സ്പെരിമെന്റ് ചെയ്താലോ? ശ്വാസം കൊണ്ടുള്ള എക്സ്പെരിമെന്റ് ചെയ്താലോ? റെഡിയാണോ? നിങ്ങൾക്ക് എന്തോരം ശ്വാസം, നിങ്ങൾക്ക് ബ്രീതിങ് എബിലിറ്റി, ബ്രീതിങ് കപ്പാസിറ്റി എന്തോരം ഉണ്ട്, നമുക്കൊന്ന് നോക്കിയാലോ? റെഡി അല്ലേ? അപ്പോ ആദ്യം നിങ്ങളുടെ വീട്ടിലൊരു ബലൂൺ ഉണ്ടെങ്കിൽ ബലൂൺ എടുക്കുക. ബലൂൺ ഒന്ന് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യാം. സ്ട്രെച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ നല്ല ഡീപ്പായിട്ടൊരു ബ്രീത്ത് എടുക്കുക. ഡീപ്പ് ബ്രീത്ത് എടുക്കുക. അതായത് ഫോഴ്സ്ഫുള്ളി നമ്മൾ ഇൻഹേൽ ചെയ്യത്തില്ലേ, അതേപോലെ ഡീപ്പായിട്ടൊന്ന് ബ്രീത്ത് എടുക്കാം. എന്നിട്ട് ആ ബലൂണിലോട്ട് ഇനി നമ്മൾ ശ്വാസം തിരിച്ചു വിടണമല്ലോ, ആ തിരിച്ചു വിടുന്നത് ബലൂണിലോട്ട് വിടുക. ഓക്കെ, ഡീപ്പായിട്ട് ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്യുക. ആൻഡ് എക്സ്പയർ ചെയ്യുന്നത് ബലൂൺ എടുത്തിട്ട് ബലൂണിലോട്ട് നിങ്ങൾ എക്സ്പയർ ചെയ്യുക. ആ എക്സ്ഹേൽ ചെയ്യുന്ന എയർ ബലൂണിലോട്ട് കടത്തി വിടാൻ അനുവദിക്കുക. എന്നിട്ട് ബലൂൺ ഒന്ന് അറ്റം ഒന്ന് കെട്ടുക. അപ്പൊ ബലൂൺ ഇങ്ങനെ വലുതായിട്ട്, അത്യാവശ്യം ഒരു ഇച്ചിരി വലുതായിട്ട് വരും അല്ലെ. അപ്പം ആ ബലൂണിന്റെ ആ ഒരു വീതി, അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ബലൂൺ സൈഡിലോട്ട് വെച്ചിട്ട് ഈ ഒരു ലെങ്ത് നിങ്ങൾ മെഷർ ചെയ്യുക. ഓക്കെ, ഈ ഒരു ലെങ്ത് നിങ്ങൾ മെഷർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ വോളിയം, നമ്മുടെ റെസ്പിറേറ്ററി വോളിയം എന്ന് പറയുന്നത്. സോ ഈ വോളിയം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് ഫസ്റ്റ് ടൈം. ഇനി നിങ്ങൾ അതേപടി നിങ്ങളുടെ സെക്കൻഡ് ടൈം ചെയ്യാം, ഒരു തേർഡ് ടൈം ചെയ്യാം, ഒരു 3 തവണ നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്നിട്ട് ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങളൊരു ഗ്രാഫ് നിങ്ങൾ ചെയ്യും. ഓക്കെ, ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ലങ് വോളിയം ആണിത്, ഇത് ബലൂൺ ഡയമീറ്റർ. ഓക്കെ, ബലൂണിന്റെ ഡയമീറ്റർ അങ്ങ് കൂടി കൂടി വരുന്നുണ്ടോ? അപ്പം ദിസ് ഇസ് ദ ഗ്രാഫ് യു വിൽ ബി ഗെറ്റിംഗ്. അപ്പം ഇതിനെയാണ് നിങ്ങൾ റെസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ റെസ്പിറേഷന് ചെയ്യാനുള്ള നിങ്ങളുടെ ലങ്സിന്റെ ആ ഒരു കപ്പാസിറ്റി നമ്മൾ ഇവിടെ നിർണയിച്ചത്. അപ്പം നമുക്ക് ആദ്യം ഒരു ചെറിയൊരു ടേം നമുക്ക് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ടൈഡൽ വോളിയം എന്താണെന്നുള്ളത്. വാട്ട് ഡു യു മീൻ ബൈ ടൈഡൽ വോളിയം? Tidal volume, the volume of air we breathe in and out during normal breathing. അതായത് ഞാൻ ഇവിടെ ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോ തന്നെ ഞാൻ എത്രയോ തവണ ഞാൻ ബ്രീത്ത് ചെയ്യുന്നു അല്ലെ. അതെന്നൊക്കെ പറയുന്നത് നമ്മുടെ നോർമൽ ബ്രീത്തിങ് ആണ് അല്ലെ. നമ്മളിപ്പോ ചുമ്മാ ഇരിക്കുകയാണ്, നമ്മൾ ചുമ്മാ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെ, ഒച്ചയൊന്നും ഉണ്ടാക്കാൻ നമ്മൾ ചുമ്മാ ഇരുന്നിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ നോർമൽ ആയിട്ട് ബ്രീത്ത് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ, ആ ഒരു നോർമൽ ബ്രീത്തിങ്ങിനെയാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ആ ഒരു നോർമൽ ബ്രീത്തിങ്ങിൽ നമ്മൾ നോർമലായിട്ട് ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മൾ എന്തുമാത്രം എയർ ബ്രീത്ത് ഇൻ ചെയ്തു, എന്തോരം എയർ ബ്രീത്ത് ഔട്ട് ചെയ്തു, ആ ഒരു വോളിയം, ആ ഒരു വോളിയത്തെയാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, ഹ്യൂമൻസിന്റെ കേസിൽ ടൈഡൽ വോളിയം എന്ന് പറയുന്നത് 500 മില്ലി ലിറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, ഹ്യൂമൻസിന്റെ കേസിൽ ടൈഡൽ വോളിയം ഇസ് 500 ml. Okay, so this is tidal volume. That is the volume of air we breathe in and out during normal breathing. In humans, the tidal volume is about 500 milliliter. Now, ഇനിയാണ് നമ്മുടെ ഹീറോ വരുന്നത്.
വൈറ്റൽ കപ്പാസിറ്റി. എന്താണ് വൈറ്റൽ കപ്പാസിറ്റി? അതായത് നമ്മൾ ഇപ്പൊ ഒരു എക്സ്പെരിമെന്റ് ചെയ്തല്ലോ അല്ലെ, ബലൂൺ വെച്ച് നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. അവിടെ എന്താ നമ്മൾ ശരിക്കും ചെയ്തത്? നമ്മൾ ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്തു. മാക്സിമം നമുക്ക് പറ്റുന്നത്ര മാക്സിമം ഇൻസ്പിറേഷൻ ആണ് അവിടെ നമ്മൾ ചെയ്തത് അല്ലേ. അപ്പോ ആ മാക്സിമം ഇൻസ്പിറേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എന്തുമാത്രം എയർ നമുക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ വഴി നമുക്ക് എന്തുമാത്രം എയർ നമുക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിനെയാണ് നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ വൈറ്റൽ കപ്പാസിറ്റി വെച്ച് നമുക്ക് നമ്മുടെ ലങ്സിന്റെ ആ ഒരു പവർ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഹെൽത്തി ആണോ, നിങ്ങളുടെ ലങ്സ് ഇത്ര ഹെൽത്തി ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. സോ വൈറ്റൽ കപ്പാസിറ്റി is the volume of air that can be breathed out by forceful expiration after maximum or forceful inspiration. Maximum inspiration കഴിഞ്ഞ് നമ്മൾ ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്യുന്ന എന്തുമാത്രം എയർ ഉണ്ടോ അത്ര വോളിയം ഓഫ് എയറിനെയാണ് നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. Okay, this vital capacity is the indicator of normal and healthy respiratory activity and the strength of muscles in the thoracic cavity. നമ്മൾ നോർമൽ ആണോ, നോർമൽ ഹെൽത്തി റെസ്പിറേറ്ററി ആക്ടിവിറ്റിയുടെ ഒരു ഇൻഡിക്കേറ്റർ ആണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ വൈറ്റൽ കപ്പാസിറ്റി ആക്ച്വലി നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ്, ജനറ്റിക് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഏജ് കൂടുന്നതനുസരിച്ച്, ഓക്കെ, ഇപ്പം ഒരു യങ് ആയിട്ടുള്ള ഒരാളും ഒരു ഓൾഡ് ഏജ് ആയിട്ടുള്ള ഒരാളും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ വൈറ്റൽ കപ്പാസിറ്റി യങ് ആയിട്ടുള്ള ഒരാൾക്ക് കൂടുതലായിരിക്കും. ഈ യങ് ആയിട്ടുള്ള ആൾക്കാണോ ഓൾഡ് ആയിട്ടുള്ള ഒരാൾക്കാണോ വൈറ്റൽ കപ്പാസിറ്റി കൂടുതൽ? ഒന്ന് ഓർത്തു നോക്കിക്കേ. യങ് ആയിട്ടുള്ള ഒരാൾക്കാണോ ഓൾഡ് ആയിട്ടുള്ളവർക്ക്, നിങ്ങളുടെ അപ്പച്ചമാർക്ക് അമ്മച്ചിമാർക്കാണോ അതോ നിങ്ങൾക്കാണോ വൈറ്റൽ കപ്പാസിറ്റി കൂടുതൽ വരിക? ഓഫ് കോഴ്സ് നിങ്ങൾക്കാണ്. കാരണം നിങ്ങൾ കുട്ടികളാണ്, നിങ്ങളുടെ ലങ്സിന് ഒരുപാട് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല അല്ലേ, നിങ്ങളുടെ ലങ്സിന്റെ ഇലാസ്റ്റിസിറ്റി പോയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് കുറച്ചും കൂടി യങ് ആണ് നിങ്ങൾ. പക്ഷെ ഓൾഡ് ആവുമ്പത്തേനും നമ്മുടെ ലങ്സിന്റെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാം അല്ലെ, ബ്രീത്ത് ചെയ്യുന്നതിന് ഒരുപാട് പ്രശ്നങ്ങൾ വരാം. സോ അങ്ങനെ ഒരു ഏജ് കൂടുന്തോറും വൈറ്റൽ കപ്പാസിറ്റി കുറയുവാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ആസ് ഏജ് ഇൻക്രീസസ് വൈറ്റൽ കപ്പാസിറ്റി മൈറ്റ് ഡിക്രീസ്. ഓക്കെ, സോ ഇത് ഒരു നോർമൽ ഹെൽത്തി റെസ്പിറേറ്ററി ആക്ടിവിറ്റിയുടെ ഒരു ഇൻഡിക്കേറ്റർ ആണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇത് മെയിൽസിൽ വൈറ്റൽ കപ്പാസിറ്റി 4.5 ലിറ്റേഴ്സ് ആൻഡ് ഫീമെയിൽസിൽ 3 ലിറ്റേഴ്സ്, ഏകദേശം 3 ലിറ്റേഴ്സ് ആയിരിക്കും വൈറ്റൽ കപ്പാസിറ്റി ഫീമെയിൽസിൽ കാണുക അല്ലെ. ഓക്കെ, സോ ഇനി നമുക്ക് ടെക്സ്റ്റിൽ കാണിച്ചിരിക്കുന്ന, നിങ്ങൾ ടെക്സ്റ്റിൽ ഇങ്ങനെ ഒരു പടം നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ. ഇതും നമ്മൾ പറഞ്ഞ ആ ഒരു എക്സ്പെരിമെന്റുമായിട്ട് സിമിലർ ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ജാറില് 2 ജാറ് വെക്കുന്നു, ആ ഒരു ജാറിൽ നമ്മൾ വെള്ളം വെക്കുന്നു. ഓക്കെ, ഒരു ജാറിൽ നമ്മൾ വെള്ളം വെക്കുന്നു, അതിൽ 2 ട്യൂബ്സ് ഇടുന്നുണ്ട്. ഒരു ട്യൂബ് വേറൊരു ജാറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ആൻഡ് വേറൊരു ട്യൂബ് നമ്മൾ ശ്വസിച്ച് വിടാനുള്ള ഒരു ട്യൂബാണ്. ഓക്കെ, സോ അറേഞ്ച് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് പറയാം. അറേഞ്ച് ദ പ്ലാസ്റ്റിക് ജാർസ് ആൻഡ് ട്യൂബ്സ്. ഇതുപോലെ നിങ്ങൾ അറേഞ്ച് ചെയ്യാം. ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ, നമ്മൾ ബലൂൺ മെത്തേഡിൽ എന്താണ് ചെയ്തത്? നമ്മൾ ആദ്യം ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർ ചെയ്തു, എന്നിട്ട് ഫോഴ്സ്ഫുള്ളി ആ ബലൂണിലോട്ട് നമ്മൾ എക്സ്പയർ ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ നമ്മളൊരു ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ ചെയ്യുക ആൻഡ് ബ്ലോ എയർ ഫോഴ്സ്ഫുള്ളി ഇൻ ടു ദി ഫസ്റ്റ് ജാർ. ഇവിടേക്ക് നിങ്ങൾ വിടുക. ഓക്കെ, ആഫ്റ്റർ ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ ബ്ലോ എയർ ഫോഴ്സ്ഫുള്ളി ഇൻ ടു ദി ഫസ്റ്റ് ജാർ. ഫസ്റ്റ് ജാറിലോട്ട് എയർ ഫോഴ്സ്ഫുള്ളി ബ്ലോ ചെയ്യുക. ഹോൾഡിംഗ് ദി ഫണൽ അറൌണ്ട് ദി മൗത്ത്. ഓക്കെ, നമുക്കറിയാം എങ്ങനെയാണെന്നുള്ളത്. ആൻഡ് അപ്പം ഇങ്ങോട്ടേക്ക് വിടുമ്പോ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ നിന്നുള്ള വാട്ടർ കുറച്ച് ഈ അടുത്ത ട്യൂബിലോട്ട് പാസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വീഴും. അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, സോ എന്തുമാത്രമായിട്ട് നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ച് ഇവിടുത്തെ വെള്ളത്തിന്റെ എമൗണ്ടും കൂടും. മനസ്സിലായോ? മെഷർ ദി എമൗണ്ട് ഓഫ് വാട്ടർ ദാറ്റ് ഫോൾസ് ഇൻ ടു ദി സെക്കൻഡ് ജാർ. ഈ സെക്കൻഡ് ജാറിലോട്ട് എന്തുമാത്രം വെള്ളം ചാടി എന്ന് നിങ്ങൾ നോക്കുക. നിങ്ങൾ നിങ്ങളുടെ കേസ് നോക്കി, ഇനി നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഫ്രണ്ടിനെ കൊണ്ട് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. അപ്പൊ നിങ്ങൾ ഇന്ന് കമ്പയർ ചെയ്യുക ആർക്കാണ് വൈറ്റൽ കപ്പാസിറ്റി കൂടുതൽ എന്നുള്ളത്. ഓക്കെ, അപ്പം അതനുസരിച്ച് ഇപ്പൊ ആർക്കെങ്കിലും കുറവാണെങ്കിൽ അവരുടെ അടുത്ത് മാക്സിമം എക്സസൈസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഹെൽത്തി നോർമൽ ലങ്സിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ് വൈറ്റൽ കപ്പാസിറ്റി. ഇനി ആരെങ്കിലും മറക്കുമോ വൈറ്റൽ കപ്പാസിറ്റി എന്താണെന്നുള്ളത്? എന്താണ് വൈറ്റൽ കപ്പാസിറ്റി?
volume of air that is breathed out during forceful expiration after a forceful inspiration. അതാണ് വൈറ്റൽ കപ്പാസിറ്റി. മെയിൽസിൽ അത് 4.5 milliliters, ഫീമെയിൽസിൽ അത് 3 milliliter ആയിരിക്കും. ഓക്കെ, സോ ഈ എക്സ്പെരിമെന്റ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. റെസ്പിറേറ്ററി വോളിയം, ദ വോളിയം ഓഫ് എയർ വാട്ടർ, ഈ ഒരു എക്സ്പെരിമെന്റിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ദ വോളിയം ഓഫ് വാട്ടർ വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദി വൈറ്റൽ കപ്പാസിറ്റി. വോളിയം ഓഫ് വാട്ടർ വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദി വൈറ്റൽ കപ്പാസിറ്റി. എന്താണ് ഇതിന്റെ അർത്ഥം? വോളിയം ഓഫ് സെക്കൻഡ് ജാറിലുള്ള വെള്ളത്തിന്റെ എമൗണ്ട് കൂടുന്തോറും വൈറ്റൽ കപ്പാസിറ്റി നമുക്ക് കൂടുതലാണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ വൈറ്റൽ കപ്പാസിറ്റി മാക്സിമം ഇങ്ങനെ നമ്മൾ കൂട്ടാൻ നോക്കുക. ഓക്കെ, മാക്സിമം ഈ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുക. ഫോഴ്സ്ഫുൾ ബ്രീത്ത് ചെയ്തിട്ട് ഇങ്ങനെ എക്സൽ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര നല്ലതാ. ഓക്കെ, നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നല്ല ഫോഴ്സ്ഫുൾ ആയിട്ട് ബ്രീത്ത് ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. സോ ബ്രീത്തിങ് എക്സസൈസ് ഭയങ്കര ആയിട്ട് ലങ്സിന്റെ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വൈറ്റൽ കപ്പാസിറ്റി ക്യാൻ ബി ഇൻക്രീസ്ഡ് ത്രൂ ബ്രീത്തിങ് എക്സസൈസ്. ഓക്കെ, ഇപ്പം എന്താണ് വൈറ്റൽ കപ്പാസിറ്റി എന്നുള്ളത് നമ്മൾ പഠിച്ചു. എന്തായിരുന്നു ടൈഡൽ വോളിയം? നോർമൽ ആയിട്ടുള്ള ഒരു റെസ്പിറേഷൻ വഴി എന്തുമാത്രം വോളിയം ഓഫ് എയർ നമ്മൾ വലിക്കുന്നു, എന്തുമാത്രം വോളിയം ഓഫ് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു. സോ അതിനാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. സോ നമ്മൾ ഹ്യൂമൻ ബീങ്സിന്റെ കേസിലാണ് നമ്മൾ ഇത്രയും നേരവും പറഞ്ഞതും പിന്നെ നമ്മൾ എനറോബിക് ഫെർമെന്റേഷൻ എന്താണെന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ബാക്കി വേറെ കുറച്ച് ഓർഗാനിസത്തിനൊന്ന് കൺസിഡർ ചെയ്യാം. ഇവിടെ നമ്മുടെ ലോകത്തിലെ ഹ്യൂമൻ ബീങ്സ് മാത്രമല്ലല്ലോ ഉള്ളത്. തവളയുണ്ട്, മീനുണ്ട്, പാറ്റയുണ്ട്, അല്ലെ, പിന്നെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആൽഗേസ് ഉണ്ട്. ഫോൺസിലൊക്കെ നോക്കി നമുക്ക് അമീബാനെ കാണാൻ പറ്റും, അല്ലെ. സോ ഇവരുടെയൊക്കെ റെസ്പിറേഷൻ എങ്ങനെയാണെന്ന് നമുക്കിപ്പോ നോക്കാം. നമുക്ക് ഓരോ കേസായിട്ട് കൺസിഡർ ചെയ്യാം. യെസ്, ഫസ്റ്റ് ഇസ് അമീബ. അമീബയുടെ മോഡ് ഓഫ് റെസ്പിറേഷൻ എന്ന് പറയുന്നത് സെൽ മെംബ്രെയിൻ വഴിയാണ്. അമീബയ്ക്ക് പ്രത്യേകിച്ച് അങ്ങനെ റെസ്പിറേഷന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഉള്ള ഒരു സ്പെസിഫിക് സ്ട്രക്ചർ ഒന്നുമില്ല. സോ അമീബ എന്താണ്? ഇറ്റ് ഈസ് എ യൂണിസെല്ലുലാർ ഓർഗാനിസം. ഓക്കെ, ആ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസത്തിൽ ചെറിയൊരു ഓർഗാനിസം, അതിനകത്ത് ഇനി ലങ്സും ഇതെല്ലാം കൂടെ ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് സെൽ മെംബ്രെയിൻ മതി, ധാരാളം അവർക്ക്. ഓക്കെ, സോ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ദ സെൽ മെംബ്രെയിൻ ത്രൂ വിച്ച് ഓക്സിജൻ ഡിഫ്യൂസസ് ഫ്രം വാട്ടർ. വാട്ടറിൽ നിന്ന് ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്യുന്നത് സെൽ മെംബ്രെയിൻ വഴിയാണ്. സോ ഇവർക്ക് വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ആവശ്യമില്ല. സോ ത്രൂ സെൽ മെംബ്രെയിൻ ഇറ്റ്സെൽഫ് ദേ വിൽ ബി ഏബിൾ ടു റെസ്പയർ. ഓക്കെ, ഇനി വേറൊരു കേസാണ് കോക്രോച്ച്. പാറ്റയൊക്കെ പേടിയുള്ള ആൾക്കാരുണ്ടല്ലേ? എനിക്കും ചെറുപ്പത്തിലെ പാറ്റനെ ഭയങ്കര പേടിയായിരുന്നു. ഓക്കെ, അപ്പൊ പാറ്റ എങ്ങനെയാണ് റെസ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ദേ ഹാവ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. അവരുടെ ബോഡിയിൽ ഒരു കുറച്ച് ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അപ്പൊ ഈ ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചറിൽ കൂടെ നമുക്ക് ഇവർക്ക് ഓക്സിജനെ വലിച്ചെടുക്കാൻ പറ്റും. സോ ദിസ് ഇസ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. സോ കോക്രോച്ചിന്റെ മോഡ് ഓഫ് റെസ്പിറേഷൻ ഇസ് ത്രൂ മാൽപീജിയൻ tubules and it is directly along with tissues, exchange of gases. Now ഫിഷിന്റെ കേസ് പറഞ്ഞാലോ. ഫിഷിന്റെ മോഡ് ഓഫ് റെസ്പിറേഷൻ അത് ഭയങ്കര കോമൺ ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഗിൽസ് ആണ്, അല്ലെ. നമുക്ക് മീനിനെയൊക്കെ എടുത്ത് നോക്കി ഇവിടെ ഗിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെ. സോ ഈ ഒരു ഗിൽസ് വഴിയാണ് അവര് റെസ്പയർ ചെയ്യുന്നത്. ഓക്സിജൻ ഡിഫ്യൂസസ് ടു ബ്ലഡ് ഫ്രം വാട്ടർ. അവർ വാട്ടറിൽ കൂടെ അല്ല നടക്കുന്നത്. അപ്പൊ വാട്ടറിൽ നിന്നുള്ള ഓക്സിജനെ അവര് ആ ഗിൽസ് വഴി അവരുടെ ബ്ലഡിലോട്ട് അത് ഡിഫ്യൂസ് ചെയ്യും. ഓക്കെ, നൗ സ്പൈഡറിൽ അവർക്ക് പ്രത്യേക ഒരു ഓർഗൻ ഉണ്ട്. അതാണ് ബുക്ക് ലങ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഹ്യൂമൻസിന് എന്താണ്? നമുക്കൊരു ലങ്സ് ഉണ്ട്, അല്ലെ. അപ്പം പക്ഷേ സ്പൈഡറിന്റെ കേസിൽ അവർക്ക് ലങ്സ് തന്നെയാണ്. അതൊരു ബുക്ക് ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നോണ്ടാണ് അതിന് നമ്മൾ ബുക്ക് ലങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബുക്ക് ലങ്സ് ആണ് അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡയറക്ട്ലി ഫ്രം അറ്റ്മോസ്ഫിയറിൽ നിന്ന് അവർ നേരിട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ഓർഗാനിസം ആണ് ഫ്രോഗ്. ഫ്രോഗ് എങ്ങനെയാണ് റെസ്പയർ ചെയ്യുന്നത്? സ്കിന്നിൽ കൂടെയാണ് അവർ റെസ്പയർ ചെയ്യുന്നത്. അവർക്ക് സ്കിൻ ഉണ്ടാവും. ഈ സ്കിന്ന് വഴിയാണ് അവർ റെസ്പയർ ചെയ്യുന്നത്. അതോടൊപ്പം ദേ ഓൾസോ ഹാവ് ലങ്സ്. അവർക്ക് ലങ്സും ഉണ്ട്. ഓക്കെ, സോ അവർക്ക് രണ്ട് രീതിയിൽ ആക്ച്വലി സ്പീക്കിംഗ് അവർക്ക് റെസ്പിറേഷൻ ഉണ്ട്. ദേ ഹാവ് ലങ്സ് ആൻഡ് സ്കിൻ ടു.
Okay, so സ്കിന്നും പറയാം ലങ്സും പറയാം. ഓക്കെ, സോ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഇസ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. അവരുടെ ആ ഒരു മോഡ് ഓഫ് റെസ്പിറേഷൻ ആണ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഇൻസെക്ട്സിന്റെ കേസിൽ അവരുടെ മോഡ് ഓഫ് റെസ്പിറേഷൻ എന്ന് പറയുന്നത് ട്രക്കിയൽ ട്യൂബ്സ് ആണ്. ഇവർക്ക് ഇവിടെ ട്രക്കിയൽ ട്യൂബ്സ് പ്രസന്റ് ആണ്. സോ ഈ ട്രക്കിയൽ ട്യൂബ്സ് വഴിയാണ് അവര് അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനെ അവർ ടിഷ്യൂസിലോട്ട് ക്യാരി ചെയ്യുന്നു. സോ ദ ക്യാരി എയർ ഡയറക്ട്ലി ടു ദ ടിഷ്യൂസ് ആൻഡ് സെൽസ്. സോ നിങ്ങൾ ഇത്ര ഓർത്താൽ മതി, ഈ ഒരു ഓർഗൻസിൽ അവർ എങ്ങനെ ഏത് ത്രൂ ആണ് അവർ റെസ്പയർ ചെയ്യുന്നത്, ആ റെസ്പയർ ചെയ്യുന്നത് ഓക്സിജൻ ഡയറക്ട്ലി ആണോ അത് അല്ലാതെയാണോ എന്നൊന്നും മാത്രം ഓർത്തിരിക്കുക കേട്ടോ. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അങ്ങനെ ഒരുപാട് കാണാറില്ല, ജസ്റ്റ് 1 മാർക്കിനൊക്കെ ചോദിച്ചെങ്കിലേ ഉള്ളൂ കേട്ടോ. നോ, ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഫിഷിന്റെ കേസ് നമ്മൾ പറഞ്ഞു ഗിൽസ് ആണെന്ന് പറഞ്ഞു. ഇൻസെക്ടിന്റെ കേസ് നമ്മൾ പറഞ്ഞു ട്രക്കിയൽ ട്യൂബ്സ് ആണെന്ന് പറഞ്ഞു. സ്പൈഡറിന്റെ കേസിൽ ബുക്ക് ലങ്സ്. കാറ്റർപില്ലർ അതൊരു എക്സ്ട്രാ ഒരു ഇൻഫർമേഷൻ ആണ്, സ്പൈറക്കിൾസ് വഴിയാണ്. മാൻ അത് നമുക്കറിയാം ലങ്സ് വഴിയാണ്. അമീബ നമുക്കറിയാം എന്താണ്, സെൽ മെംബ്രെയിൻ വഴിയാണ് അല്ലെ, സെൽ മെംബ്രെയിൻ വഴി ഡിഫ്യൂഷൻ വഴിയാണ്. നൗ സ്പോഞ്ചസ് വാട്ടർ ഫ്ലോ ത്രൂ ഓസ്കുലം. ഓസ്കുലം എന്ന് പറയുന്ന സ്പെസിഫിക് ഒരു പോർ അവരുടെ ഉള്ളിൽ പ്രസന്റ് ആണ്. പോറിഫെറ എന്ന് പറയുന്ന ഓർഗൻ നിങ്ങൾക്ക് ഒരു ഇതിനെയൊക്കെ അറിയാം, പോറിഫെറ എന്ന് പറയുന്ന ഓർഗൻസിനെ അറിയാം അല്ലെ. അപ്പൊ ഈ പോറിഫെറ എന്ന് പറയുന്നത് സ്പോഞ്ച് ആണ്. അപ്പൊ ഇവരുടെ ബോഡിയിൽ ചെറിയ ചെറിയ പോർസ് പ്രസന്റ് ആണ്. അതിനെയാണ് ഓസ്കുലം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഓസ്കുലം വഴിയാണ് അവര് ഓക്സിജനെ അകത്തോട്ട് കയറ്റുന്നത്. ഓക്കെ, നൗ എർത്ത്വർം നമ്മൾ എക്സ്ട്രാ പറയുന്ന കാര്യമാണ്. ദേ ഹാവ് മോയിസ്റ്റ് സ്കിൻ. ദെൻ ഫ്രോഗിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ലങ്സും ഉണ്ട് സ്കിന്നും ഉണ്ട്. 2 രീതിയിൽ അവർക്ക് റെസ്പയർ ചെയ്യാൻ പറ്റും. നോ, ഇപ്പൊ നമ്മൾ ആനിമൽസിന്റെ കേസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മള് പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമ്മുടെ എർത്തിലില്ലേ അല്ലെ. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ ഒക്കെ ആരാ നമുക്ക് തരുന്നേ? പ്ലാന്റ്സ് നമുക്ക് തരുന്നേ. പ്ലാന്റ്സ് അവർ കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്ത് പ്ലാന്റ്സ് അവരുടെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തിട്ട് അറ്റ്മോസ്ഫിയറിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അവരാണ് വലിച്ചെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഓക്സിജൻ നമുക്ക് തരും. ഇതിനെയാണ് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്നത്. നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന ആരാ? കാർബൺ ഡൈ ഓക്സൈഡിനെ. അങ്ങനെയാണ് ആ ഒരു കോറം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഓക്കെ, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ബാലൻസ് അങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലെ. അപ്പം ഈ ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്നത് ലങ്സ് വഴിയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഓർഗൻസസ് വഴി ശ്വസിക്കുന്നത് ഗിൽസ് വഴി അല്ലെങ്കിൽ സ്കിന്ന് വഴിയാണെങ്കിൽ, പ്ലാന്റ്സ് എങ്ങനെയായിരിക്കും ശ്വസിക്കുന്നത്? അവർക്ക് സ്കിൻ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട് അല്ലെ, എപ്പിഡെർമിസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. പക്ഷെ എപ്പിഡെർമിസിൽ വേറൊരു സ്ട്രക്ചർ വഴിയാണ് അവര് പ്ലാന്റ്സ് റെസ്പയർ ചെയ്യുന്നത്. എപ്പിഡെർമിസിൽ പ്രസന്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ ഉണ്ട്. ആ പെർട്ടിക്കുലർ സ്ട്രക്ചർ വഴിയാണ് പ്ലാന്റ്സ് റെസ്പയർ ചെയ്യുന്നത്. ആ സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് കാണാം. സ്റ്റൊമേറ്റ എല്ലാവരും പഠിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ് സ്റ്റൊമേറ്റ എന്താണെന്നുള്ളത് അല്ലെ. സോ സ്റ്റൊമേറ്റ എന്താണ്? സ്റ്റൊമേറ്റ ആ സ്മോൾ പോർസ്, ചെറിയ പോർസ് ആണ്. അത് എവിടെയാ പ്രസന്റ് ആയിട്ടിരിക്കുന്നത്? ലോവർ എപ്പിഡെർമിസിലാണ് സ്റ്റൊമേറ്റ പ്രസന്റ് ആയിട്ടിരിക്കുക. അതായത് ലോവർ എപ്പിഡെർമിസ് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ ഇവിടെ ഈ ലീഫ് കാണുമ്പം ഇത് അപ്പർ സൈഡും ഇതിന്റെ അടി ലോവർ സൈഡുമാണ് അല്ലെ. ഈ ലോവർ എപ്പിഡെർമിസ്, ലോവർ ആയിട്ടുള്ള ഔട്ടർ കവറിംഗ് ഉണ്ട്, അതാണ് ലോവർ എപ്പിഡെർമിസ് എന്ന് പറയുന്നത്. സോ ഈ ലോവർ എപ്പിഡെർമിസ് എടുത്ത് നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കുറച്ച് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. ഒരു പോർസ് കാണാൻ പറ്റും. നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും നമുക്ക് കാണാൻ പറ്റും. നമ്മളൊരു പ്ലാന്റിനെ ഒരു ലീഫ് എടുത്തിട്ട് അതിന്റെ സ്കിൻ പീൽ ചെയ്തെടുക്കുവാണെങ്കിൽ അതിന്റെ ലോവർ എപ്പിഡെർമിസിൽ ഇങ്ങനെ ആ ഒരു ലീഫിനെ നമ്മളൊന്ന് ഒടിക്കുക, ഒന്ന് ജസ്റ്റ് മടക്കിയിട്ട് നിവർത്തുമ്പോൾ ചെറിയൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സ്കിന്ന് നമുക്ക് അവിടെ കാണാൻ പറ്റും. ആ സ്കിന്നൊന്ന് കീറിയെടുക്കുക അവിടെ നിന്ന്. ആ സ്കിന്ന് കീറിയെടുത്തിട്ട് ഇച്ചിരി സ്ട്രെയിൻ ചെയ്തിട്ട് മൈക്രോസ്കോപ്പിന്റെ അടിയിൽ കൂടെ നോക്കിയാൽ നമുക്ക് സ്റ്റൊമേറ്റ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഈ ഒരു സ്ട്രക്ചറായിട്ട് തന്നെ നമുക്ക് സ്റ്റൊമേറ്റ കാണാൻ പറ്റും. സോ അത് സ്മോൾ പോർസ് ആണ്, സ്മോൾ ഓപ്പണിങ്സ് ആണ്, ത്രൂ വിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഗെറ്റ്സ് ഇൻ, അല്ലെങ്കിൽ ഇറ്റ് എൻറ്റേഴ്സ് ആൻഡ് വാട്ടർ ആൻഡ് ഓക്സിജൻ ഇസ് മൂവ്ഡ് ഔട്ട്. ഓക്കെ, സോ അതാണ് സ്റ്റൊമേറ്റ എന്ന് പറയുന്ന സ്ട്രക്ചർ. There are tiny openings present on the epidermis of the leaves. Specific ആയിട്ട് പറയുകയാണെങ്കിൽ lower epidermis of the leaves. Centers of exchange of gases in plants. പ്ലാന്റ്സിലുള്ള ഗ്യാസസിന്റെ എക്സ്ചേഞ്ചിന്റെ സെന്റേഴ്സ് ആണ് സ്റ്റൊമേറ്റ എന്ന് പറയുന്നത്. ഇനി സ്റ്റൊമേറ്റ മാത്രമാണ് അവിടെ ഉള്ളത്?
ഒരു സ്ട്രക്ചറും കൂടെ നമുക്ക് പറയാം. ദാറ്റ് ഈസ് ലെൻഡിസെൽസ്. സ്റ്റൊമേറ്റ മാത്രം വഴി അല്ല, ലെൻഡിസെൽസ് എന്ന് പറയുന്ന സ്ട്രക്ചർ വഴി നമുക്ക് കാണാൻ പറ്റും. ഈ ലെൻഡിസെൽസ് എന്ന് പറയുന്നത് നമുക്ക് നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റും. ഓക്കെ, ലെൻഡിസെൽസ് നമുക്കിപ്പം ഒരു തടി എടുത്ത് നോക്കിയാൽ തടിയുടെ സർഫസിൽ ഇങ്ങനെ കുറച്ച് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും അല്ലെ. കുറച്ച് വര പോലെ ചെറിയ ചെറിയ പോഴ്സ് അല്ലെങ്കിൽ കുത്ത് പോലെ കുറച്ച് പോഴ്സ് കാണാൻ പറ്റും. ഈ പോഴ്സിനെയാണ് നമ്മൾ ലെൻഡിസെൽസ് എന്ന് പറയുന്നത്. സോ ഈ പോഴ്സ് വഴിയാണ് കാർബൺ ഡയോക്സൈഡ് പുറത്തു പോകുന്നതും ഓക്സിജൻ അകത്ത് കയറുന്നതും. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നത് ലെൻഡിസെൽസ് വഴിയാണ്. They are also small pores on the surface of stem and root. Exchange of carbon dioxide and oxygen takes place in stems and roots through the cells of lenticels by ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് ലെൻഡിസെൽസിൽ ഗേഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. യെസ്, അപ്പം നമ്മൾ പ്ലാന്റ്സിനൊക്കെ കൺസേർവ് ചെയ്യാം. ഓക്കെ, നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഒരു ചെറിയ ചെടി നിങ്ങളൊന്ന് നിങ്ങളുടെ എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു പേരൊക്കെ ആ ചെടിക്ക് ഇട്ടിട്ട് നിങ്ങളൊന്ന് നടുക. നിങ്ങൾ കുറച്ചും കൂടെ ഒക്കെ വർഷങ്ങൾ കഴിയുമ്പോൾ ആ ചെടിയൊക്കെ വളർന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലെ. അങ്ങനെയൊക്കെ ഒന്ന് നടുക കേട്ടോ. ഒരു ദിവസം ഒരു ചെടി നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളൊരു വീട്ടിലൊരു ചെടി നടുക, അല്ലെങ്കിൽ നാളെയോ ഇപ്പൊ ഒരു ചെടി മേടിച്ചിട്ട് നിങ്ങൾ നടുക. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഓക്കെ, നമ്മൾ വേൾഡിലോട്ട് ഒരു ചെടി നമ്മൾ കൊടുത്തു എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവിടെ വരുന്നത്. നമ്മൾ അവിടെ ബ്രീത്തിങ്, നമുക്ക് ഇൻഡോർ ആയിട്ടും കുറച്ച് ചെടികളൊക്കെ വെക്കുക. കുറച്ചും കൂടെ എയർ സർക്കുലേറ്റഡ് ആവുക നിങ്ങളുടെ ഹൗസ്. ഓക്കെ, സോ എക്സ്ട്രാ നമുക്കൊരു വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ എന്ന് പറയുന്നത് 20th ജൂലൈ ആണ്. സോ ഇങ്ങനെയുള്ള എക്സ്ട്രാ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക കേട്ടോ. സോ ഇപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ടൈഡൽ വോളിയം എന്താണെന്ന് പഠിച്ചു അല്ലെ. ടൈഡൽ വോളിയം എന്താ? നോർമൽ റെസ്പിറേഷനിൽ എന്തുമാത്രം എയർ നമ്മൾ പുറത്തു വിട്ട് എന്തുമാത്രം എയർ നമ്മൾ അകത്ത് കയറ്റി, അതാണ് ടൈഡൽ വോളിയം. ദെൻ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? യെസ്, വോളിയം ഓഫ് എയർ ദാറ്റ് ഈസ് ബ്രീത്ത് ഔട്ട് during forceful expiration after a forceful inspiration. അതാണ് vital capacity. And the structure of the respiratory organs and the process of exchange of gases becomes complex from organisms with simple organization to complex organization. Simple ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തെ കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ അമീബനെ കൺസിഡർ ചെയ്താൽ എന്താ? അവര് ചുമ്മാ സെൽ മെംബ്രെയിൻ വഴിയാണ് അവർ റെസ്പയർ ചെയ്യുന്നത്. പക്ഷെ നമ്മളിലോട്ട് വന്നപ്പോഴത്തേനും ഹ്യൂമൻസ് അവിടെ നിന്ന് ഓരോ ഓർഗാനിസംസ് മാറി കോംപ്ലക്സ് ആയിട്ടുള്ള, നമ്മൾ ഹ്യൂമൻസ് എന്നൊക്കെ പറയുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണ് അല്ലെ. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു റെസ്പിറേറ്ററി സ്ട്രക്ചർ തന്നെയുണ്ട്, റെസ്പിറേറ്ററി ഓർഗൻ തന്നെയുണ്ട് ലങ്സ് എന്ന് പറയുന്നത്. സോ ഓരോ ഓർഗാനിസം ഡിഫർ ചെയ്യും തോറും അവരുടെ റെസ്പിറേറ്ററി ഓർഗൻ ഡിഫർ ചെയ്യും. ഓക്കെ, ആൻഡ് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്, സ്റ്റൊമേറ്റ, ലെൻഡിസെൽസ് വഴിയാണ് പ്ലാന്റ്സിൽ റെസ്പിറേഷൻ നടക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദി എൻഡ് ഓഫ് ദി ചാപ്റ്റർ. ഇതൊരു ചെറിയ സെഷൻ ആയിരുന്നു. സോ ഹോപ്പ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. Manorama Horizon, learning made simple.